ഈ സിനിമ കംപ്ലീറ്റ്ലി ആനിമേറ്റഡ് ആയിരുന്നെങ്കിൽ ഐ തിങ്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു. എല്ലാവർക്കും വെൽക്കം ടു എൻ്റെ സ്പോയിലർ ഫ്രീ റിവ്യൂ ഓഫ് മൈൻക്രാഫ്റ്റ് മൂവി. ഏപ്രിൽ 4 ഈ സിനിമ റിലീസ് ചെയ്തത്. ഞാൻ 3Dയിലായിരുന്നു പോയി കണ്ട്, ഇവിടെ ഒബ്രോൺ മോളിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നേരെ ഫ്രഷ് ആയിട്ട് തന്നെ റിവ്യൂ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമേ പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ്റെ മൂവി കാണാനായിട്ടാണ് പോകുന്നതെങ്കിൽ ഈ സാധനത്തിന് പോകണ്ട. കാരണം ഇത് ബേസിക്കലി എനിക്ക് തോന്നി ഇതൊരു മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയലായിട്ടാണ്. ജാക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്യൂട്ടോറിയൽ നമുക്ക് പറയുന്ന വില്ലേജർ അല്ലെങ്കിൽ NPC ആയിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഒരു സ്റ്റീവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഹീസ് ബേസിക്കലി എൻ NPC. പുള്ളിയുടെ എൻറ്റയർ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പുള്ളിയുടെ എൻറ്റയർ ഡയലോഗ് വാസ് മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽസ്. ഫോർ എക്സാമ്പിൾ ഗൈസ്, ഇത് നോക്കൂ, ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇന്ന ഐറ്റം വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാവ്, ഒരു സോഡ് ഉണ്ടായി വരും. ലൈക്ക് ദിസ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദ ഡയലോഗ്സ്. ഈ ഫുൾ സിനിമ ഇങ്ങനത്തെ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. ഇവർ കുറേ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. കുറേ മീമുകളും ഇപ്പോൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സ്, കുറച്ചുകൂടെ പോപ്പുലർ യൂട്യൂബേഴ്സിൻ്റെ കമന്റ് സെക്ഷനിൽ വരുന്ന ഈ മീമുകളും സാധനങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ടെക്നോബ്ലേഡിൻ്റെ ക്യാമിയോ അതായിരുന്നു എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 4 സെക്കൻഡേ ഉള്ളൂ. ആ സംഭവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അവൻ കയറ്റാൻ നോക്കിയിട്ടുണ്ട്, ഈ സിനിമയുടെ ആൾക്കാർ. അപ്പോൾ പുള്ളിക്കാരനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള 4 ലൈവ് ആക്ഷൻ ക്യാരക്ടേഴ്സ്, ഈ സിനിമയുടെ അകത്തുള്ള മെയിൻ കോർ ക്യാരക്ടേഴ്സ് എന്ന് 4 പേരാണുള്ളത്. അതിൽ ഒരെണ്ണം ജെയ്സൺ മമോവ. സ്റ്റീവ്, അതായത് ജാക്ക് ബ്ലാക്ക് ഒഴിച്ച് ഈ ഒരു സിനിമയിൽ ആക്ച്വലി അഭിനയിക്കാൻ താല്പര്യമുണ്ടായിട്ട് വന്നേക്കുന്ന ഒരാൾ ജെയ്സൺ മമോവയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഹി ആക്ച്വലി ട്രൈഡ്. പുള്ളിയുടെ ആ ഒരു ശരീരം വെച്ചൊരു കോമഡി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജാക്ക് ബ്ലാക്ക് ഹിറ്റ് ചെയ്യുന്ന പോലെ ഡസൻ ഹിറ്റ്. ചില സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഹി മെയ്ഡ് ഇറ്റ് വർക്ക്. അഗൈൻ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇങ്ങനത്തെ ലൈവ് ആക്ഷൻ ക്യാരക്ടേഴ്സേ വേണ്ട, ടോട്ടലി അൺനെസസറി ആണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ചേച്ചിയും ചെക്കനും, അവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ പുള്ളിക്കാരത്തിനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ തലയിൽ എപ്പോഴും വെനസ്ഡേയുടെ അടുത്ത് മറ്റേ വാമ്പയർ മേക്കപ്പ് ഇട്ടുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുന്നതാണ് എൻ്റെ തലയിൽ വരുന്നത്. അതുകൊണ്ട് ഐ കുഡ് നോട്ട് ഈവൻ ഈ മൈൻക്രാഫ്റ്റ് വേൾഡിൽ പുള്ളിക്കാരനെ പിക്ചർ ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. എൻ്റെ തലയിൽ എപ്പോഴും പ്രേതമായിരുന്നു, വെനസ്ഡേയുടെ പ്രേതം. ആ ചെക്കൻ ഹി വാസ് ഫൈൻ, ഹി വാസ് നോട്ട് ബാഡ്. പിന്നെ നമ്മുടെ സൂ കീപ്പർ, മറ്റേ രണ്ടാമത്തെ ചേച്ചി, മൈ ഗോഡ്, അൺബെയറബിൾ, അൺസൈക്കബിൾ, ടോട്ടലി ബി ഗ്രേഡ് ആക്ടിങ്, അട്ടർ യൂസ്ലെസ്. ആ ഒരു ക്യാരക്ടറിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് സിനിമയാണ്, ഇൻക്ലൂഷൻ വന്നില്ലെങ്കിലേക്കും അവിടെ അടിയുണ്ടാക്കും. അതുകൊണ്ട് ദേ കുഡ് ഹാവ് ഗോട്ടൻ എ ബെറ്റർ ആക്ടർ. പക്ഷേ ഷുവർ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാൻ പോകുന്നതാണെങ്കിലേക്കും ശ്രദ്ധിച്ച് നോക്കി അറിയാം, ആ ചേച്ചി ഉണ്ടല്ലോ സിനിമയുടെ പകുതി സമയം ജാക്ക് ബ്ലാക്കിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കലാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന്. ഹാഫ് ഓഫ് ദ ടൈം ഷീ ഈസ് ജസ്റ്റ് സ്റ്റിയറിംഗ് അറ്റ് ജാക്ക് ബ്ലാക്ക്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അണ്ട് ഇങ്ങനെ നിങ്ങളുടെ തലയാട്ട്. ലൈക്ക് യൂസ്ലെസ് ക്യാരക്ടർ, അട്ടർലി യൂസ്ലെസ്. ഇത്ര നെഗറ്റീവ് സാധനങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് കാര്യമെങ്കിലും പറയണ്ടേ. അപ്പം ഈ ഒരു മൈൻക്രാഫ്റ്റ് മൂവിയുടെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന ആൾക്കാർ ആക്ച്വലി മൈൻക്രാഫ്റ്റ് വേൾഡ് അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇത് നന്നായിട്ട് അറിയുന്ന ആൾക്കാരുമാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മുടെ ലൈവ് ആക്ഷൻ സീൻ അസൈഡ്, മൈൻക്രാഫ്റ്റ് വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും ദി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര കിടലായിരുന്നു. അതിൻ്റെ ഓരോ ക്യാരക്ടറിൻ്റെ ആനിമേഷൻസ്, ഞാനൊരു ആനിമേറ്റർ ആയിരുന്നു, അതുകൊണ്ട് ഞാനത് പെർസീവ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. പക്ഷേ ഓരോ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ആനിമേഷൻ ചെയ്തേക്കും ഭയങ്കര കിടലാണ്. നെതറിൽ ഓരോ ഇൻഡിവിജ്വൽ പിഗ്ലിൻസിൻ്റെയും ആനിമേഷൻസും അവർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും എന്ന് പറഞ്ഞാൽ നോർമൽ ഫൈറ്റ് സീക്വൻസ് എടുത്താൽ പോലും ഭയങ്കര കിടലായിട്ടാണ് ആനിമേഷൻസ് എല്ലാം ചെയ്തേക്കുന്നത്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷേ ഈ ഇത്രയും കിടല സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നടക്കുമ്പോഴല്ലോ ഫ്രണ്ടിൽ കൂടെ ഒരു 4 പേര് ഗ്രീൻ സ്ക്രീൻ പുറകിലിട്ടുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന 4 ലൈവ് ആക്ഷൻ ജന്തുക്കൾ. വൈ എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റീവ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്, മറ്റവൻ്റെ ആവശ്യം എന്തോ ഉണ്ടായിരുന്നേ. കാരണം സിനിമ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറിക്ക് വേണ്ടി ചുമ്മാ ഒരു പേരിന് വേണ്ടി ഒരു 10-15 മിനിറ്റ്സ് അങ്ങനെ ജേസൺ മമ്മൂവിന് ഈ ബാക്ക് സ്റ്റോറി, മറ്റൊരു 2 പേരും വേറെ സൈഡിൽ വന്നു. ഈ സൂവിൻ്റെ ചേച്ചി ഐ ഡോണ്ട് നോ വേർ ഷീ പോപ്ഡ് അപ്പ് ഫ്രം, യൂസ്ലെസ്. ഈ 4 പേരെ എങ്ങനെയെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് ചുമ്മാ തട്ടിക്കൂട്ടി ഒരു കഥ എഴുതി കൊടുത്തേക്കുന്നതാണ് ഈ 4 ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ നമ്മൾ പോവുകയാണെങ്കിലത്തേക്കും ഇതിൻ്റെ എഡിറ്റിംഗ് കട്ടുകളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത കുറേ ഷോട്ടുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സീനിൽ ജേസൺ മൊമോ നിലത്തേക്ക് വീണു, അടുത്ത സീനിൽ പുള്ളി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക. പക്ഷേ ഈ 2 സീനും കഴിഞ്ഞിട്ട് മൂന്നാമത്തേൽ പുള്ളി നിലത്ത് വീണ പുള്ളി എഴുന്നേക്കുന്നേ ഉള്ളൂ. ആ ഒരു കണ്ടിന്യൂറ്റിയും ഭയങ്കരമായിട്ട് വെട്ടിച്ച് തട്ടിക്കൂട്ടി അവന്മാർ പെട്ടെന്ന് വെട്ടിയിട്ടേക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് ഒരു 3-4 സീൻ. ഞാൻ ആക്ച്വലി അത് എഴുതി വെച്ചിട്ടുണ്ട്, ബട്ട് സ്പോയിലർ ടെറിട്ടറി ആരെങ്കിലുടെയും എക്സ്പീരിയൻസ് ഞാൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത കാരണം കൊണ്ട് പറയുന്നില്ല. ഒരു 3-4 സീനുകൾ നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് പിടികിട്ടും. ആൻഡ്
നമ്മുടെ ഗാസ്റ്റിൻ്റെ ഫയർ, ആ ഒറ്റ ഒരു സാധനം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞുള്ളൂ. ആ ഒരു തീ തുപ്പുന്ന സംഭവം വാസ് നോട്ട് ഡൺ വെൽ. ബാക്കി എവറിത്തിങ്, എവറി VFX, എവറി ആനിമേഷൻ, എവറി ഈ എന്താ പറയുക, നമ്മുടെ CGI ചെയ്തിരിക്കുന്ന എല്ലാ സാധനവും നല്ലതായിരുന്നു. ആ ഗാസ്റ്റിൻ്റെ ഫയർ ബോൾ, അത് വായന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ഇമ്പാക്ട്, എക്സ്പ്ലോഷൻ എല്ലാം ഗുഡ്. പക്ഷേ പിന്നെ എല്ലാ നെഗറ്റീവിനും ഒരു പോസിറ്റീവ് വേണമല്ലോ. പിന്നെയുള്ള പോസിറ്റീവ്, ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഗെയിമിൻ്റെ അകത്തില്ലാത്ത ഒരു 2-3 ഐറ്റംസ് അവർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള റെസിപ്പിയൊക്കെ കുറച്ചൊക്കെ തട്ടിക്കൂട്ടാ, പക്ഷേ അവർ ഒരു 3-4 പുതിയ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രെയിലറിൻ്റെ അത്, ഓക്കെ, ട്രെയിലറിൻ്റെ അകത്ത് കാണിച്ച സാധനം, അതുകൊണ്ട് സ്പോയിലർ അല്ല. സോ ദി എലൈട്ര അവർ ഉപയോഗിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ആൻ എലൈട്ര, ഇറ്റ്സ് എൻ എലൈട്ര വിങ് സൂട്ട്, മീനിങ് ഇറ്റ് ഡസൻ റിക്വയർ എ ഫയർ വർക്ക്. ഫയർ വർക്കിൻ്റെ ആവശ്യമില്ലാത്ത ഒരു എലൈട്രയാണ്. സോ ലൈക്ക് അതുപോലത്തെ ചെറിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ഗെസ് അതാണ് റിവ്യൂ. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ സ്റ്റോറിയും ഒരു പ്രോപ്പർ മൈൻക്രാഫ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും വാവ് ഫാക്ടറിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഡോണ്ട് ഈവൻ ബോദർ. The story element is 0. The characters are 0. The animation is 10. Amazing animations. But overall, അവൻ ടാർഗറ്റ് ഓഡിയൻസ് ഭയങ്കര യങ് ചിൽഡ്രൻ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഐ തിങ്ക് ബിലോ 12-13 പ്രായത്തിൻ്റെ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇറ്റ് വാസ് എ മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ, അത്രേ ഉള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം പറയുവാണെങ്കിലത്തേക്കും, ഇതിന് ആക്ച്വലി ഒരു മിഡ് ക്രെഡിറ്റ് സീനുണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതായത് എല്ലാ പണ്ടാരവും കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ഉണ്ട്. ആദ്യത്തെ മിഡ് ക്രെഡിറ്റ് സീൻ കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്ററുകാർ വന്നിട്ട് എടാ ഇറങ്ങ്, സിനിമയൊക്കെ കഴിഞ്ഞു പൊക്കോ. ഞാൻ പറഞ്ഞു എന്താണ് ഓടുന്നല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ഫൈനൽ ക്രെഡിറ്റ് സീൻ കണ്ടപ്പോഴേ ഞാൻ പുള്ളി നോക്കി ഇങ്ങനെ കാണിച്ച്, പുള്ളി ലൈക്ക് വൈ, നിങ്ങളൊരു സിനിമ കാണാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം എഴുതി തീരുന്നവരെ അവിടെ ഇരുന്ന് കാണുക. പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായിട്ടാണ് എന്തിനാണ് സിനിമയ്ക്ക് പോകുന്നത്? സോ തിയേറ്റർ എക്സ്പീരിയൻസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, തിയേറ്റർ സ്റ്റാഫ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഫോർ മൈൻക്രാഫ്റ്റ് മൂവി ഈസ് 6/10. ഇവിടം വരെ കണ്ടെത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെൽ, ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു. ആൻഡ് നിങ്ങൾക്ക് ഇനിയും എന്നെ കൂടുതൽ കാണണമെങ്കിൽ ചാനൽ സബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ലൈക്ക് അടിക്കുക വീഡിയോ. ഇതുപോലത്തെ റിവ്യൂസ് ആയിരിക്കും ഞാൻ ഇവിടെ കൂടുതലും ഇടുന്നത്. ആരെയും മറ്റേ എന്താ പൊക്കി പറയാനോ അല്ലാണ്ട് പറയാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്കെന്താ തോന്നിയത് ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൂവി റിവ്യൂസ് ഉണ്ടാവും, പറ്റുന്ന സിനിമയ്ക്ക് ഒക്കെ പോയിട്ട് സെറ്റാക്കാം. പിന്നെ K-ഡ്രാമ, ആനിമെ എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. സോ സബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ കാണാം.